ഉമ്മൻചാണ്ടി സർക്കാർ തകർത്തെറിഞ്ഞ കേരളത്തെ ഇടത് സർക്കാർ നവകേരളമാക്കി പുനഃസൃഷ്ടിച്ചുവെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ. സമസ്ത മേഖലയെയും പുറകോട്ടടിച്ച വലതുമുന്നണി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിന്നും ഇന്ന് കാണുന്ന വികസിത കേരളം ഇടത് സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റലപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഓട്ടുപാറ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രവർത്തകരാകെ ആ പ്രവർത്തനം ഏറ്റെടുത്തു എന്നുള്ളതാണ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ഈ കൺവെൻഷനിൽ ഒഴുകിയെത്തിയ നിങ്ങളുടെ സാന്നിധ്യം വ്യക്തമാക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ 5 വർഷക്കാലത്തെ ഭരണം തകർത്തെറിഞ്ഞ ഒരു കേരളത്തെ നവകേരളമാക്കി പുനഃസൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്തത്. എന്തിനാ ഉമ്മൻചാണ്ടി പറയണമെന്ന് ചോദിച്ചാൽ ആ കാലം ഓർമ്മയിലുണ്ടാവാൻ വേണ്ടിയാണ്. സർവനാശം വിതച്ചൊരു കാലമാണ്. നാട്ടിലെ വികസന പ്രവർത്തനങ്ങളാകെ തകർത്ത കാലമാണ്. നാട്ടിനെ ഇരുട്ടിലാക്കുകയും അപമാന ഭാരത്താൽ മലയാളി എന്ന് പറഞ്ഞ് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ നാടിനെ കൊണ്ടുചെന്നെത്തിച്ച ഭരണമാണ്. 2016 കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ വികസന രംഗത്തും ക്ഷേമരംഗത്തും സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിലും ഈ കേരളത്തിലുണ്ടായ മാറ്റമുണ്ട്. അത് ഒരു പ്രയാസങ്ങളുമില്ലാതെ നേടിയ ഒന്നല്ല. ഈ 10 വർഷക്കാലം കേന്ദ്ര ഗവൺമെൻറ്റും കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുമ്പോഴാണ് ഈ നേട്ടങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിച്ചത്. MR സോമനാരായണൻ അധ്യക്ഷത വഹിച്ചു. മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ഇപ്പോൾ കുന്നംകുളം MLAയും സർവോപരി നമുക്കെല്ലാവർക്കും പ്രിയങ്കരനുമായ AC മൊയ്തീനാണ്. വേദിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ മണ്ഡലം തല എല്ലാ നേതാക്കളും സന്നിഹിതരായിട്ടുണ്ട്. സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റലപ്പള്ളി, മിനി അരവിന്ദൻ, PN സുരേന്ദ്രൻ, EM സതീശൻ, MU കബീർ, ശാന്ത ഉണ്ണികൃഷ്ണൻ, M ബാലാജി, അഡ്വക്കേറ്റ് CT ജോഫി, CV ജോസ്, ബിജു ആട്ടൂർ, വിപിൻ തെക്കേപ്പറമ്പ്, അഡ്വക്കേറ്റ് ജോഷി കുര്യക്കോസ് തുടങ്ങിയവർ കൺവെൻഷനിൽ വെച്ച് സംസാരിച്ചു.